യെസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഇവിടെ പുറവിലങ്ങാട് 10 മണിക്ക് സമയം എത്രയായി? ആ, ഷാപ്പ് ടൈമല്ലേ? പുറവിലങ്ങാട് പഞ്ചസാര ലോഡ് കയറ്റിയിട്ട് അവിടുന്ന് നമ്മളൊരു രാത്രി ഒരു 7 മണി ആയപ്പോഴാണ് ലോഡ് കയറ്റി തുടങ്ങിയത്. 7 മണി ആയപ്പോഴത്തേക്ക് ലോഡ് കയറ്റി തുടങ്ങി. ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്ക് ഫുള്ളെല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ അവിടുന്ന് ഒരു 9 മണി 9:30 ആയപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ച് നമ്മള് പാലക്കാട് കഞ്ചിക്കോട് പല്ലടം എത്തി. എത്ര മണിയായി? 12 മണിയായി പല്ലടം എത്തിയപ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് വണ്ടി ലൈലാൻഡ് ഷോറൂമിന്റെ അകത്ത് ആളെ കാണുന്നില്ല. ഷോറൂമിന്റെ അടുക്ക് കിടക്കുക വണ്ടി. ഷോറൂമിന്റെ അടുക്ക് നമുക്കൊരിടത്ത് ബക്കറ്റ് എടുത്ത് കുളിക്കാൻ പോയിരിക്കുന്നത്. ഷോറൂമിൽ ചെന്ന് വണ്ടി കൊണ്ട് കയറ്റി ഇട്ടിട്ട് സേഫായ സ്ഥലം ഷോറൂമിൽ ചെന്ന് വണ്ടി കൊണ്ടിട്ട് പോയി കുളിക്കാൻ കയറിയിരിക്കുന്നത്. ഇത് ചെയ്യാലോ പറയാം. സമയം അന്നേരം എത്ര മണിയായി? സമയം 1 മണി കണ്ടായി. 1 മണിയായി. ഞാൻ നോക്കി വണ്ടി ഷോറൂമിന്റെ അടുക്ക് കിടക്കുന്നത്. അപ്പുറം ഇപ്പുറം വണ്ടി അടുക്ക് സെൻട്രലിൽ വണ്ടി കിടക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ആളെ കാണുന്നില്ല. നമുക്ക് വെറുതെ ബക്കറ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് കയറി വരുന്നത്. എന്നിട്ട് പിന്നെ അവിടെ കിടന്ന് ഒരു മണിക്കൂർ ആ നീ എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. നീയും കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ 2:30 കഴിഞ്ഞല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് നീ പിന്നെ വണ്ടി എടുത്തു. പിന്നെ ഞാൻ എനിക്ക് എപ്പോഴാണ് വണ്ടി കിട്ടിയത്? വടക്കഞ്ചേരി ആയപ്പോഴല്ലേ? വടക്കഞ്ചേരി ആയപ്പോഴത്തേക്കാണ് ഇവന് ഉറക്കം വന്നു. അപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റു. അപ്പം ഞാൻ എഴുന്നേറ്റു, ഇവൻ കയറി കിടന്നു. ഞാൻ പിന്നെ അന്നേരം വണ്ടി എടുത്തു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് തൃശ്ശൂർ എത്തിയപ്പോ തൊട്ട് മഴയാ. ഞാൻ നല്ല മഴ. സൂപ്പർ മഴയായിരുന്നു. ഇത് മറ്റേ നമ്മള് ഇത് ചെയ്തില്ലേ, ഒട്ടിച്ചില്ലേ? അതിനകത്ത് ലീക്കിംഗ് ഉണ്ടോ? ഇല്ല. ലീക്കിംഗ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നോ? പുറത്തു വെള്ളം എടുത്താൽ അവിടെ തെറിച്ച് വെള്ളം വീഴുന്നുണ്ടോ? അത് അവിടുന്ന് നടുക്കില്ലേ ഗ്ലാസ് കുറച്ച് താപ്പോടാ കുറച്ച് ഇനി പറ്റത്തില്ല. പക്ഷെ അല്ല ഇവിടെ നിന്ന് വെള്ളം വീണിട്ടില്ലല്ലോ. ഇല്ല അവിടെ ഇല്ല, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ചെറിയൊരു വെള്ളം പോയതിന്റെ നനവല്ലേ? അല്ലെ മറ്റേ ഫുള്ള് കളഞ്ഞവിടെ. അല്ല ഇത് മൊത്തം നനഞ്ഞാൽ സാധനം. ഇത് ഫുള്ള് നനഞ്ഞു പോകും. ഏതാ ബ്ലോക്ക് ഉണ്ടായിരുന്നോ? പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്കായിരുന്നു. ഉണ്ടായിരുന്നു. ഇടയ്ക്ക് സർവീസ് റോഡ് കയറി ഇടയ്ക്ക് റോഡ് പണി കാരണേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ക്ലച്ച് ചവിട്ടി ഈ വണ്ടി ബ്ലോക്കിലായി കഴിഞ്ഞുണ്ടല്ലോ. ക്ലച്ച് ചവിട്ടി ഒരു പരുവോ. അതുകൊണ്ടാണ് കോപ്സ് നിൽക്കുന്നുണ്ടോ, ക്യാമറ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ? സ്പീഡിന് കിട്ടും, അടിച്ച് കൈ തരും. അറിയത്തില്ല. അപ്പൊ നമുക്ക് കൊട്ടാരക്കരയ്ക്ക് 5 ഡെലിവറി ആണുള്ളത്. അപ്പം അതില് ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് പത്തനാപുരം. സത്യം പറഞ്ഞാൽ പത്തനാപുരം വരെ പോകണ്ട. കയറ്റി അങ്ങ് വെക്കുന്നുണ്ടോ ഇമാര്? ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചാൽ ഞങ്ങളുടെ ബെൻസിന്റെ സൈഡ് കൊണ്ട് പോയത്. പത്തനാപുരം വരെ പോകണ്ട. അതിന് തൊട്ട് മുന്നേ നമുക്ക് അപ്പം പത്തനാപുരം വരെ പോകണ്ട. അതിന് തൊട്ട് മുന്നേ നമുക്കൊരു കടയിൽ നമുക്ക് സാധനം ഇറക്കാനുണ്ട്. ഇറക്കിയിട്ട് പിന്നെ കൊട്ടാരക്കരയ്ക്ക് പോകുന്നത് പത്തനാപുരം റൂട്ട് തന്നെ, പത്തനാപുരം വഴി തന്നെ പിന്നെ കൊട്ടാരക്കരയ്ക്ക് പോകുന്നത്. അപ്പം നമ്മള് അരീക്കോട് ഒരു പത്തനാപുരം ഉണ്ട്, കയറ്റാൻ പോയത്. അതൊരു പത്തനാപുരം. അരീക്കോട് ഒരു പത്തനാപുരം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പോകുന്നതും പത്തനാപുരം. അത് കൊല്ലം പത്തനാപുരം. എന്നിട്ട് അവിടെ ഒരു ലോഡ് അവിടെ ഒരു കടയിൽ ഇറക്കിയിട്ട് ബാക്കി 4 ലോഡ് നമ്മൾ നേരെ പത്തനാപുരം വഴി കയറി നേരെ കൊട്ടാരക്കരയിലാണ് ബാക്കി 4 ഷോപ്പ് ഉള്ളത്. ലൊക്കേഷൻ തന്നിട്ടുണ്ടോ? ഏത് പത്തനാപുരത്തെ ലൊക്കേഷൻ തന്ന? അപ്പൊ എല്ലാം കൂടെ ഇന്ന് ഇറക്കത്തില്ലായിരിക്കും മിക്കവാറും. പത്തനാപുരത്ത് നിന്ന് ഇറക്കുമായിരിക്കും, പക്ഷെ ബാക്കി 2 ഇടത്ത് നിന്ന് ഇറക്കത്തില്ലായിരിക്കും. ഇല്ല, ഓൾറെഡി പത്തനാപുരത്ത് 10 എണ്ണോളം ഉണ്ട്. 200 ചാക്കോളം. അത്ര ഉണ്ട്. ഓ, മുക്കാലും അവിടെ ഇറങ്ങുവോ?
ബാക്കി അങ്ങോട്ടൊക്കെ കയറി. ആ 10 ടണ്ണ് 10,000 ഇറക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇനി 15 ടണ്ണല്ലേ ഉള്ളൂ. സീനില്ല. പക്ഷെ എന്നാലും പള്ളി മഴയാണെങ്കിൽ പാടാ. റോഡ് സൈഡിലാണെങ്കിൽ ചടങ്ങാവും. ഫുള്ള് മഴയാണ്. വണ്ടീൻ്റെ ഇടയ്ക്ക് കൊണ്ട് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ. നമ്മുടെ നോർമൽ കമ്പനി ഹോൺ വർക്കാവുന്നില്ല അല്ലേ? വർക്കാവുന്നില്ല. ഞാൻ അടിച്ചോണ്ടിരുന്നതാ. പിന്നെ ആക്കിയപ്പോഴത്തേക്ക് പറ്റുന്നില്ല. എന്ത് പറ്റുന്ന അറിയില്ല. ഇപ്പൊ ഈ എയർഫോൺ മാത്രമേ ഉള്ളൂ. അത് ഭക്ഷണം കഴിച്ചില്ല. എവിടെയെങ്കിലും വണ്ടി ഒതുക്കാൻ പറ്റുന്ന സൈഡിൽ നോക്കാം. അങ്ങോട്ട് പോകാൻ വഴി ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ സൈഡ് പിടിക്കാം. ആ മെയിൻ റോഡ് ഇറങ്ങുന്നതിന് മുന്നേ വല്ല നോക്കാം. പറ്റിയില്ലെങ്കിൽ മെയിൻ റോഡ് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും നോക്കാം. ഇറങ്ങാൻ പോവാ. അതിന് തൊട്ട് മുന്നേ കടമെല്ലാം കാണുവാണ് ചവിട്ടാം. നമ്മൾ ഏറ്റുമാനൂർ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി. അപ്പോഴത്തേക്ക് അതുകൊണ്ട് വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഓട്ടോച്ചേട്ടൻ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടങ്ങ് വെച്ച് വണ്ടി. സാരമില്ല, നമുക്ക് കുറച്ച് ബാക്കി എടുക്കാം. പുള്ളിക്ക് കുറച്ച് അപ്പുറത്തോട്ട് നീക്കി വണ്ടി ഇടാം, കുഴപ്പമില്ല. ആ ചിലവരങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നമ്മള് ഇടും. മാറ്റണം ചോദിച്ചോ? ആണോ? ഓക്കെ, അതിനായോ? അല്ല, വണ്ടി ഇട്ടപ്പോ നീക്കി വെക്കാമായിരുന്നു. പുള്ളി മാറ്റണമെന്ന് ചോദിച്ചോ? അതിനായോ? അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. പുള്ളിക്കാരൻ അങ്ങനെ ചോദിച്ചത് പുള്ളിയുടെ നല്ല മനസ്സ്, സ്വാഭാവികം. ഓക്കെ, പിന്നെ അടുത്ത് നേരെ ഏറ്റുമാനൂര്. പട്ടിത്താനോ? ആ 11 മണി ആയിക്കണം. 11 മണിയല്ലേ? ഏതാ തിരക്ക് കുറച്ച് കുറയും. പക്ഷെ വൈകിട്ട് തിരക്ക് കൂടും. അവിടെ ഏറ്റുമാനൂര് ഇവിടെ ഇടസൈഡിലൊരു അമ്പലം ഉണ്ടേ, നടി അമ്പലം. ആ ഇത് അടിയായി ആണിത് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ അമ്പലമേ, നീ അത് കേട്ടിട്ടുണ്ടോ? മീൻസ് അകത്ത് കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്റ്റ് കോമ്പൗണ്ടില് അതിന്റെ അകത്ത് കയറണം. അടിപൊളി ആംബിയൻസാ, സൂപ്പറാ. ഞാൻ ഒരൊറ്റ വട്ടം കയറിയിട്ടുണ്ട്. ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് വന്നപ്പോഴേ അവരുടെ കൂട്ടത്തിൽ കയറി. അപ്പം നമ്മൾ ഒരു ഉടുപ്പ് അഴിച്ചിട്ട് ഒരു സൈഡിൽ കിട്ടാൽ മതി. ഞാൻ മുണ്ടല്ലായിരുന്നു, പാന്റായിരുന്നു, കുഴപ്പമില്ല. അത് മുണ്ടും ഇത് വേണം. നമ്മൾ ഇട്ട പാന്റിന്റെ മണ്ടയ്ക്കൂടെ മുണ്ടെടുത്താലും മതി. അത് ഉടുപ്പ് ഒരു സൈഡിൽ കൂടെ മാറ്റണം. ഇതും അതുപോലെ തന്നെ ഉടുപ്പ് ഒരു സൈഡിൽ കൂടെ മാറ്റണം. ഓ എന്റെ മോനെ, അതിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ എന്തോ തണുപ്പെന്നറിയാവോ? നല്ല മറ്റേ കല്ലുകൊണ്ട് കുത്തി പണിഞ്ഞിരിക്കുക. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് കേട്ടോ. എടാ, അതിനകത്ത് കയറുമ്പോ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ അറിയാവോ? നമ്മള് വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് വിശ്വാസമായി കൂടാ. കാരണം ആ ഒരു പോസിറ്റീവ് എനർജിയാണ് അത്. നമ്മൾ അറിയത്തില്ലേ, ഇതിലൊന്നും വിശ്വാസം ഇല്ല, കാര്യമില്ലാന്ന്. പക്ഷെ അതിന് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാ. ആ എനർജി മതി. പിന്നെ അതാ വിശ്വാസം. ആ എനർജി മതി, അതാ വിശ്വാസം.
അടിപൊളിയാ ഈ ഒറ്റോട്ടെ ഞാൻ കയറി എനിക്ക് അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്യാമ്പിൽ. അടിപൊളിയാ കേറണോ. ആരെങ്കിലും പോവാണ് അവരുടെ കൂട്ടത്തിൽ പോയിട്ടൊന്ന് കേറാൻ നോക്കാം കേട്ടോ. ജസ്റ്റ് അതിന്റെ അകത്ത് കയറിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേറെ കാണുമായിരിക്കും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കയറി വന്നു. നല്ല നല്ല രസം, അടിപൊളിയാ. ആ റോഡ് തിരക്കുണ്ട്. നീയല്ലേ പറഞ്ഞു ഇവിടെ തിരക്കില്ല ഇപ്പൊ കുറവാ. കുറവാ സത്യം പറയുന്നത് കുറവാ. വലിയ തിരക്കില്ലെന്നാണ്. ഇല്ല വലിയ തിരക്കില്ല. പിന്നെ ഞാൻ ഈ വളവിൽ ഞങ്ങൾ കുറച്ചും ബ്ലോക്ക് ഉണ്ടാക്കിയതാ. ചെറിയ ബ്ലോക്ക് ഈ വളവില് നമ്മൾ ഈ വണ്ടിയായിട്ടല്ലേ ഈ വണ്ടിയായിട്ട് നമ്മൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാക്കിയതാ. എന്നിട്ട് റിവേഴ്സ് ഒക്കെ എടുത്ത് ഒരോളമായിരുന്നു. അല്ല നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ തൂത്തുക്കുടി നിന്ന് റോഡ് എടുത്തിട്ടുണ്ടോ അവിടെ നമ്മൾ അകത്ത് കയറിപ്പോയില്ലേ കമ്പനിക്കകത്ത്. മിൽമയുടെ ക്ഷീരയുടെ അതൊരു മിൽമയുടെ ഒരു വലിയൊരു കമ്പനി ഉണ്ട് ക്ഷീരയുടെ. അവിടെ ചെന്ന് കയറി AC ഓൺ ആയിക്കോ. നമുക്ക് AC സർവീസ് ചെയ്യാൻ സമയമായി അല്ലേ? അതാണ്ട് ഇവിടെ ഒരു ഈർപ്പം പോലെ വന്നിട്ടുണ്ട്. അപ്പം 1.5 വർഷമായി ഇത് യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പഴേ ഞാൻ പറഞ്ഞില്ലേ നമ്മള് വണ്ടിയുടെ ഇപ്പഴാ അന്നേരം എൻ്റെ ഒരു 30-ന്റെ ഫ്യൂസ് പോലെ ആ വണ്ടി ഡ്രൈവിംഗ് പഠിക്കുന്നത് എൻ്റെ ഫ്യൂസ് പോയത് 10 രൂപ. ആ ഫ്യൂസ് ഞങ്ങൾ മാറി കിട്ടും, അല്ല വേറെ കുഴപ്പകാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. പിന്നെ ഒരു ഈർപ്പം പോലെ വന്നിട്ടുണ്ട്. അപ്പൊ അത് സർവീസിന് കൊടുത്താൽ മതി. ഇപ്പഴൊന്നും മെയിൻ്റെനൻസ് ഇപ്പഴൊന്നും വരുന്നത് ഇതിന്റെ പണി. അപ്പൊ അത് സർവീസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അല്ല വേറെ നിലവിൽ ഇപ്പൊ ഇത് വെള്ളം വെളി പോകുന്നില്ല. ആ സർവീസ് ചെയ്യുമ്പോൾ മാറുമായിരിക്കും. ഓൾറെഡി എന്നേ പറഞ്ഞായിരുന്നു കൊണ്ടുവരാൻ. നമ്മൾ പിന്നെ ഈ വണ്ടിയായിട്ട് പിന്നെ ആ വഴിക്ക് പോകണ്ടേ. പിന്നെ കോട്ടയം എവിടെയായിരുന്നു കറക്റ്റ്? അയർക്കുന്നം എവിടെയാണെന്നറിയോ? നമ്മുടെ കറക്റ്റ് പറയുവാണ് നമ്മുടെ മറ്റേ പുള്ളി ഉണ്ടല്ലോ സ്വർണ്ണച്ചായൻ. അവിടെ മറ്റേ അച്ചായനില്ലടോ സ്വർണത്തിന്റെ അച്ചായൻസ് ഗോൾഡ് അച്ചായന്റെ നാടാണ്, വീടാണ്. ടോണി നമ്മളന്ന് ഈ വണ്ടിക്ക് AC സെറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴല്ലേ ഒരു പച്ച മസ്താങ് അതിലെ കയറി പോയത്. ആ മസ്താങ്ങിന്റെ പുറകെ ഞങ്ങൾ വെച്ചലക്കി. ഞാൻ ഇവനും കൂടെ സ്കൂട്ടർ എടുത്ത മസ്താന്റെ പുറകെ പോയി. ചെന്ന് പോയപ്പോ എന്താ അച്ചായന്റെ വീട്ടിലോട്ടാ വണ്ടി ചെന്ന് കയറുന്നേ. ഞങ്ങളപ്പോഴത്തേക്ക് റോഡ് അപ്പം അച്ചായനും മോനൊക്കെ വെളിയിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഞങ്ങളെ വണ്ടി ഇരുന്നിട്ട് അപ്പൊ നമ്മുടെ ഇരിക്കുന്ന മറ്റേ ഓലയുടെ സ്കൂട്ടറാ, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഇലക്ട്രിക് സ്കൂട്ടറാ. അപ്പോഴത്തേക്ക് ഞങ്ങള് മസ്താങ്ങിന്റെ പുറകെ ചെന്നപ്പോഴത്തേക്ക് ആ മസ്താങ് ഒരു വീട്ടിലോട്ട് കയറിയപ്പോ അവിടെ അച്ചായനും പുള്ളിയുടെ മോനും പിന്നെ വേറെ ആരുടെയൊക്കെ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കൈയോട് ആക്ഷൻ കാണിച്ചു, വന്നോട്ടേ കയറിക്കോട്ടെ. അപ്പൊ പുള്ളി കേറിക്കോ എന്ന് പറഞ്ഞു. വണ്ടിക്ക് എന്താ കാറിന്റെ ഷെഡ് അങ്ങനെ പണിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പുള്ളി അവിടെ വെച്ച് എല്ലാം വണ്ടി ഞങ്ങളെല്ലാം തുറന്ന് കാണിക്കുക. എല്ലാം വണ്ടി ഒരു ജാഗ്വാറിന്റെ ഒരു എക്സ്പൈസോ ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ മസ്താങ്ങിന്റെ ഒക്കെ ഉള്ളൊക്കെ ഞാൻ കയറി ഇറങ്ങി പുള്ളി ഓപ്പൺ ആക്കി പുള്ളി എല്ലാം തുറന്ന് കാണിക്കുക. എല്ലാം നോക്കിയോളം എടുത്തോളം എല്ലാം പറയും. വേറെ ആരും സമ്മതിക്കത്തില്ലായിരിക്കാം. പക്ഷെ പുള്ളി എനിക്ക് അതോടെ പുള്ളി ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളി നല്ല അടിപൊളിയായിട്ടോ നിന്നതും വീഡിയോ കാണുന്ന പോലെ തന്നെ നേരിട്ട് കേട്ടോ. ഈ ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ നല്ല അടിപൊളിയായിട്ടാ തോന്നുന്നത്. വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് വണ്ടിക്കകത്തെല്ലാം കയറി ഞാൻ വണ്ടിക്കകത്തെല്ലാം കയറി ഇറങ്ങി ലാസ്റ്റ് വണ്ടി എടുത്തോണ്ട് റോഡിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് വീഡിയോ ഇങ്ങനെ വീഡിയോ. ഞാൻ വണ്ടി കാലെടുത്ത് വരാം, നീ ഫ്രണ്ടിൽ നിന്ന് എടുക്കും വീഡിയോ പറഞ്ഞു തന്നു. എനിക്ക് പറഞ്ഞു തന്നത് നീ ഫ്രണ്ടിൽ നിന്ന് എടുക്കും വീഡിയോ, ഞാൻ കാലെടുത്ത് കൊടുത്തു വരാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പുള്ളി അന്ന് പിറ്റേ ദിവസം പുള്ളി കൊല്ലത്തെങ്ങാണ്ട് എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു, വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച. അവൻ പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച അതിൽ വരുന്നുണ്ട്. നമ്മള് കണ്ടു, നീ വിളിക്കുകയും ചെയ്തു. അതെ ചാറ്റിയോട് ബന്ധപ്പെട്ട് പുള്ളി പോയതാ. അന്ന് കണ്ട, പിന്നെ അതിനുശേഷം പുള്ളി കാണാട്ടില്ല. പിന്നെ എല്ലാം റീൽസിനകത്താ കാണുന്നത്. അതൊക്കെ പാർട്ട് ഓഫ് ബിസിനസ്. അറിയില്ല. നമ്മൾ ഏറ്റുമാനൂർ കഴിഞ്ഞു, ഞാൻ അടുത്ത് കോട്ടയം. ഒരു മഴക്കോളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്റെ മൈക്ക് വർക്കിംഗ് അല്ല.
ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പോഴാണ് അതാണ് ഈ മൈക്കിന്റെ പ്രത്യേകത. കാരണം ഇത് ഞങ്ങൾ മേടിച്ചിട്ട് ഇപ്പം 2 വർഷം ആവുന്നു. ഹോളി ലാൻഡ് 1.5 വർഷം ആവുന്നില്ലേ ഹോളി ലാൻഡ്. ഇതിപ്പം ഇടയ്ക്ക് മൈക്ക് കണക്ഷൻ വിട്ടു. മേടിച്ചാൽ 4-5 മാസം ഡൽഹി. ഇടയ്ക്ക് സർവീസിന് കൊടുത്തു വിട്ടു. എന്റെ പൊന്നളി ഒന്നും പറയണ്ട. ഇടയ്ക്ക് സർവീസിന് പറയും സാധനം കൊടുത്തു വിട്ട് കഴിഞ്ഞ് സാധനം വന്നപ്പോഴത്തേക്ക് 2 മാസം സാധനമല്ലേ വരുന്നത്. 2-3 മാസം കഴിഞ്ഞപ്പോൾ സാധനം തിരിച്ചു വന്നത്. ഇട്ടതും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ കൂട്ടത്തിൽ കുറെ ആക്സറീസ് ഒക്കെ വരുമല്ലോ. ഇതിന്റെ മൈക്കും അതിന്റെ എന്തോ ഒരു സ്പോഞ്ചും അതിന്റെ കേബിളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാത്തതാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ചോദിച്ചു ഇതൊക്കെ അതിന്റെ ബോക്സും സാധനങ്ങളെല്ലാം വേണമെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞ് എല്ലാം തിരിച്ചു വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടെ കൊടുത്തു വിട്ടതാ. എന്നിട്ട് സർവീസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് വേറെ ആരും ഉപയോഗിച്ചിട്ട് പൊട്ടിച്ചു വെച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചു തന്നെ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ മൈക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി ആക്സറീസ് ഒന്നും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, അത് ഫുൾ പാക്കറ്റ് പൊട്ടിക്കാത്ത സാധനമാണെന്ന് പറഞ്ഞല്ല. ഞങ്ങൾക്ക് അതിന് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കൊടുത്തു വിട്ടിട്ടാണ് ആ സാധനം തിരിച്ചു പുതിയതെടുത്ത് തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾക്ക് പിന്നെ കൊടുത്തിടാൻ മടിയായി. കാരണം കൊടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു കിട്ടത്തില്ല. കാരണം ഇവര് ഡൽഹിക്ക് സാധനം പോകുന്നത് പോയി കഴിഞ്ഞാൽ പിന്നെ 2 മാസമൊക്കെ പിടിക്കും. 2 മാസം എന്നൊക്കെ പറയാൻ നടക്കുന്ന പിന്നെ ഇതിന്റെ പുറകെ നടക്കണം. ഇതാണ് കോട്ടയത്തെ കാരിത്താസ് ഹോസ്പിറ്റൽ. ആണ് കാരിത്താസ്. യെസ്. ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ആണ്. അല്ല ഇത് ട്രൂവാലി. ഇത് ഹോസ്പിറ്റലിലെ പാർക്കിംഗ് എന്ന് പറയാം. ഇത് ട്രൂവാലി ഇപ്പുറത്തെ ഷോറൂം. ഇത് വണ്ടിയുടെ ഹോസ്പിറ്റൽ. ആംബുലൻസ് അലച്ച് കയറും. സൈഡ് കൊടുത്തു പറ്റിച്ച് അത് എങ്ങോട്ട് കയറിപ്പോയി. അത് മാതാ ഹോസ്പിറ്റൽ. അതേത് ഹോസ്പിറ്റലാണ്? അത് ഹോസ്പിറ്റൽ. മാതാണോ? അല്ല, അതിന്റെ ഫസ്റ്റ് എൻട്രി എമർജൻസി എൻട്രി. ഇതും കാരിത്താസിന് ഫസ്റ്റ് എൻട്രി ആയിരുന്നില്ലേ? ഞാൻ വേറെ ഹോസ്പിറ്റലാണ് പറന്ന പോകുന്നത്. എമർജൻസി എൻട്രിയാ. എമർജൻസി എൻട്രി അവിടെ. ബസ് പോയത് കാണാൻ പറ്റി. ബസ്സുകാർ വെച്ച അലക്ക ഒരു ദാശനില്ലാത്ത പോക്ക ഇവര് പോവാൻ. സമയം കഴിഞ്ഞാണ്. എന്തോ സമയം. ഇവിടെ IC നോക്കി സൗണ്ട് ഭയങ്കര സൗണ്ട്. ഈ കോട്ടയം എത്തുന്നതിന് തൊട്ട് മുന്നേ സംക്രാന്തി. ഇവിടാണ് ജർമ്മൻ ടെക്. ചിലർക്ക് അറിയായിരിക്കും ഈ ജർമ്മൻ കാർഡ്സ് ഒക്കെ. BM, ഓഡി, ബെൻസ് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് പോകുന്ന റൂട്ട് ആയത്. സംക്രാന്തി മെഡിക്കൽ കോളേജ് റൂട്ട് ആയത്. ഇവിടുന്ന് ഒരു 3-4-5 മാക്സിമം 5 കിലോമീറ്റർ വരും. ഏതാ? സംക്രാന്തി. കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇനി ഇവിടുന്ന് കോട്ടയം ടൗണിലേക്ക് ഒരു 10 കിലോമീറ്റർ വരും അല്ലേ? എത്തി. യെസ്. അപ്പം കോട്ടയം എത്തി. ആ കയറ്റം ഇങ്ങനെ കേറി പോവാം. ഏതാ? ഇപ്പൊ ആ ഒരു ഉച്ച ടൈം ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാഞ്ഞത്. പച്ചവണ്ടി ഉണ്ടോ? പച്ചവണ്ടി കുറവല്ലേ? കുറവാ. ഇവിടെ റൈറ്റ് സൈഡിൽ അച്ചാൻസ് ഗോൾഡ് ഉള്ളത്. അതിനോട് ചേർന്ന് അവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. എന്തോരം ആൾക്കാരും നിൽക്കുന്നറിയോ? ഞാൻ അത് വിചാരിച്ചു ബിവറേജോ അല്ലായിരിക്കും. അതുപോലെ പിന്നെ മനസ്സിലായി അത് ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ചെറുതാ. നമ്മളവിടെ ഉണ്ട്. അതും ചെറുതാ. അതാകത്തോ കോട്ടയം ബസ് സ്റ്റാൻഡ് അല്ലേ? കോട്ടയം ബസ് സ്റ്റാൻഡ്. ഷോപ്പാണത്. ഏതാ? ഷോപ്പാണോ? തുണിക്കട.
അവരോട് ഓണമാറായില്ലേ? ആ ഓണം ആറായി. ഇതാണ് കോട്ടയം ബസ് സ്റ്റാൻഡ്. ഈ ബസ് ഇറങ്ങി പോകും. ചേച്ചി ഇപ്പൊ ബസ് ഇടിക്കുക സ്റ്റാൻഡ് പൊളിച്ചിട്ടിരിക്കുക. ചേച്ചി നമ്മളെ നോക്കുന്നില്ലല്ലോ. ചേച്ചി കാണോ? നീ പറഞ്ഞോണ്ടാ നോക്കിയേ. ചേച്ചി നമ്മളെ ബസ്സൊക്കെ വരുമോ ഇങ്ങോട്ട്? ആ സ്റ്റാൻഡ് പൊളിച്ചിട്ടിരിക്കുക, പണി നടക്കുക. ഇപ്പൊ ഈ നടുക്കത്തെ ഇതെല്ലാം കാട് വൃത്തിയാക്കി വരുന്നുണ്ട്. ഇതുപോലെ കുറ്റിച്ചെടി ഇങ്ങനെ ഈ കുറ്റിച്ചെടി വെട്ടാതെ കറക്റ്റ് ഹൈറ്റിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ വെട്ടൊന്നും അടിക്കത്തില്ല. പക്ഷെ ഇതിന് നടുക്ക് മറ്റേ വേലി പോലെ കെട്ടണം, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം അപ്പൊ നമുക്ക് വിശ്വസിച്ച് ധൈര്യത്തോടെ വണ്ടി ഓടിച്ചു പോവാം. ഇതാകുമ്പോ എപ്പോ ആൾക്കാർ അങ്ങോട്ട് എടുത്ത് ചാടും. രാത്രി ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഏരിയ വരുമ്പോ ആ ഒരു സെൻട്രൽ പോർഷൻ വരുമ്പോഴത്തേക്ക് അവിടെ എപ്പോഴും ഒരു എന്താ ഒരു വേലി പോലെ ആ കമ്പി അടിച്ച് സിഗ്നൽ. ഇവിടെയാണ് കോട്ടയം ലുലു മാൾ. ചോട്ട ലുലു മാൾ. തീരെ ചോട്ടയൊന്നും അല്ല. ബോക്സ് കണ്ടോ? 30,000 മന്ത്ലി. എന്തിന്റെ അത്? സ്വിഗ്ഗി അല്ല, എന്തോ ഒരു പോട്ടെ. അടി ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ലുലു മാൾ. എന്തോ നമുക്ക് ഇവിടെ നമ്മുടെ ഷോറൂമിൽ നിന്ന് കയറിയാലോ? നമുക്ക് ചെറിയൊരു സൗണ്ട് വ്യത്യാസം, എഞ്ചിന്റെ അല്ല, നമുക്ക് ഒരു ചെറിയൊരു എയറിന്റെ ഒരു ഇടയ്ക്കൊരു സൗണ്ട്, ഇടയ്ക്ക് ഒരു എയറിന്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് ഒന്ന് നോക്കിട്ട് പോവാം. റൈറ്റ് സൈഡിൽ കാണുന്ന പോളിടെക്നിക് കോളേജ്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഷോറൂം. അയ്യോ തിരക്കാന്നല്ല മോനെ, വിത്ത് ആരവാനടക്കം ഉണ്ട്. ആരവിടെ? തുറക്കൂ, ഓപ്പൺ ദ ഗേറ്റ്. ആരും ഇല്ലയോ ഗേറ്റ് തുറന്നു തരാൻ? കുറെ വണ്ടി വരുന്നു. ആ സെക്കൻഡ് ആക്സിനിൽ അവിടുന്ന് ഒരു എയറിന്റെ സൗണ്ട് കേൾക്കുന്നു. അപ്പൊ എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ചോദിച്ചിട്ട് അങ്ങ് പോവാം. മുണ്ടക്കൽ ശേഖരൻ. ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നത്. യെസ്, അപ്പം മെക്കാനിക്ക് വന്നിട്ടുണ്ട്.
സമയം ഇപ്പം 12 മണിയായി. 12 മണി കഴിഞ്ഞു. അതുകൊണ്ട് ആർക്കോ വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ബസ്സിൻ്റെ ചേസ്. ഉടനെ ഒരു ടൂറിസ്റ്റ് ബസ് ഇറങ്ങും. ആർക്കു വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. ആർക്കാണോ, ഏത് പേരിലാണോ, ഏത് കളറിലാണോ ബസ് ഇറങ്ങുന്നത്, എന്തായാലും എൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കട്ടെ. ഏതാ ഈ കംപ്ലൈൻ്റ് ആയ വാൾവോ? നമ്മുടെ വണ്ടിക്ക് വാൾവ് കംപ്ലൈൻ്റ്. മാറി കാണട്ടെ, കേറട്ടെ അങ്ങോട്ട്. ഇതാണ് കംപ്ലൈൻറ്റ്. ഇതിനകത്ത് ലീക്ക് വരുന്നുണ്ടോ? ഡിസ്ട്രിബ്യൂട്ടർ വാൽവ് ആ, ഇത് കംപ്ലൈൻറ്റാ നമ്മുടെ. അതാ സൗണ്ട് ഇടയ്ക്ക് കേൾക്കുന്നില്ലേ? ആ, എന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ വെച്ചിട്ടേ, അപ്പോൾ അത് ചോദിച്ചു, അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ, അത് മാറണമെന്നാണോ? ഇവിടെ ഷോറൂമിൽ കയറ്റി കഴിഞ്ഞാൽ ഫുള്ള് മാറ്റുന്ന പരിപാടിയാണ്. അത് അല്ലാതെ ഒരു കച്ചവടം ഇല്ല. ആ, ഇത് എത്ര വില? ഇത് 14 വിലല്ലേ? അയ്യോ, നാളൊരു 14,000 അവതാറ്. എടാ 14 ഒന്ന് കയറി നോക്കിയടാ. ആണോ 14,000 വണ്ടി? നമ്മുടെ സണ്ണിക്കുട്ട ഒന്ന് കയറിയേക്കാം, ഒന്ന് റിവ്യൂ നടത്തിയേക്കാം. അങ്ങനെ പുഷുണ്ട്. ആ, പക്ഷെ നമ്മുടെ ബെൻസിൻ്റെ കൂട്ടത്തെ എയറല്ല. ബെൻസിൻ്റെ എയർ മാരക എയർ. അയ്യോ താമറാഗ്. ആ എടാ, ഈ എയർ ഇത് നൈസ് രസമുണ്ട് കേട്ടോ. ഭാരതത്തിൻ്റെ ഭാരതൻസ് ഒട്ടും അനങ്ങത്തില്ല. നല്ല വെയിറ്റ് ഉള്ളത്. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ ഇരുന്ന് പിന്നെ അനക്കത്ത് നല്ല ചാട്ടം ചാടിയല്ലേ ഉള്ളൂ. ഇത് ചെറുത് കാണോ ചുമ്മാ നടന്ന് കൂരുന്നത്. നല്ല രസമുണ്ട്. എടാ ഈ സീറ്റ് നമ്മുടെ ഇതിന് പറ്റുമോ? നമ്മുടെ ലേലാൻഡ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അതെ, പക്ഷേ ഇതിൻ്റെ കുറേ സ്പീക്കറാണ് വരുന്നത്. ആ സ്പീക്കർ അത് AC വെൻ്റ് ആണോ? അത് AC വെൻ്റ് ആണെങ്കിൽ പൊളിക്കും. സ്പീക്കറാണോ അത്? കൊള്ളാമല്ലോ. സ്റ്റീരിയോ ഉണ്ടോ? ഗിയർ 1st 2nd 3rd 4th 5th 6th 7th 8th ഷിഫ്റ്റ് ഗിയർ ഞാൻ നോക്കിയിട്ടില്ല. നല്ല സ്റ്റീരിയോ. ഇതൊക്കെ എന്ത്? ഇതിവിടെ എന്തെങ്കിലും വരുന്നതാണോ അതോ ജസ്റ്റ് സ്പേസ് ആണോ? അത് ഹാൻഡ് ബ്രേക്ക് അത് വലിച്ചിടാം. ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ് സ്പേസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലേ? എടാ നല്ല ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അവിടെ. ഇത് ആ ആ ആണോ? പക്ഷേ ഇതിനകത്തേ ഇത് ഇത് നോർമൽ ഇതാ വരുന്നത്. ഇത് പവർ വിൻഡ് ആക്കാൻ പറ്റുമോ? കമ്പനി തന്നെ വരും. ഓ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബേസ് ആണെന്ന് തോന്നുന്നു വണ്ടി. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ഒരു എന്തൊക്കെ വ്യത്യാസം? ക്ലസ്റ്റർ കൂടെ ഓണാക്കിയേക്കാം. സ്റ്റാർട്ട് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ക്ലസ്റ്റർ ഓണാക്കി നോക്കട്ടെ എന്ന് തോന്നുന്നു. ഇപ്പം ഇത് വലിയ ഒന്നുമില്ല. ഇത് നമ്മുടെ ബെൻസിൻ്റെ കൂട്ടൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഇതാ ക്ലസ്റ്ററാണ്. ആൾ ബ്ലൂ. $14,000. ഓ നൈസ്. എന്താ സ്വിച്ച് ഉണ്ട്? ഇത് എൻജിൻ ബ്രേക്കിൻ്റെ. ഇത് എൻജിൻ ബ്രേക്ക്. ഇതൊക്കെ ഇതോടെ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഇതെന്തോ ഹിൽസിൻ്റെ ഇതാണോ? പവറിൻ്റെ സംഭവം? ഇത് എൻജിൻ ബ്രേക്കോ? അപ്പോൾ ഇതെന്നാ? ഓ, ഇത് റീജനാ. ഇത് എൻജിൻ ബ്രേക്ക്. ആ, അതിൻ്റെ പടം കൊടുത്തിരുന്നു. ശരിയാ. ഇതെന്താ സ്റ്റാർട്ട് സ്റ്റോപ്പ്? ഇതെന്താ? ഇതല്ല എൻജിൻ ബ്രേക്ക് അല്ലല്ല. ഇത് പറഞ്ഞാല് നമ്മുടെ ഇത് ഓഫ് ആയിക്കാ റീജൻ ആവത്തില്ല. ഇത് റീജൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആണോ? ഓക്കെ ഫൈൻ. ഇത് മൊബൈൽ ഹോൾഡർ. ഇത് മൊബൈൽ സ്റ്റീരിയോ. ഇതൊക്കെ സ്പേസ് ആണോ ഇതൊക്കെ വരുന്നത്? ആ, ഇതെങ്ങോട്ട് വണ്ടി? ഇതാണോ നല്ല ബെൻസ് ആണോ? പക്ഷേ ഇത് ഇത്തിരി കംപ്ലൈൻ്റ് ഒക്കെ പറയും. സ്റ്റിയറിങ് അങ്ങോട്ട് മാരി മിഞ്ഞ സ്റ്റിയറിങ് സുഖമില്ല അല്ലേ? പക്ഷേ ഇത് നമ്മൾ ടെസ്റ്റ് അടിച്ചിട്ടില്ല കേട്ടോ. ഇത് ടെസ്റ്റ് തരത്തില്ലായിരിക്കും.
ഇത് തരും. ഏഷ്യറ തരാത്തല്ലേ? ഇത് വണ്ടി ഇല്ലാത്തത്. വണ്ടി ഇല്ലാത്തത്. ഇതുണ്ടോ, സീറ്റ് ഉണ്ടോ? വേറെ ഇവിടെ മറ്റേ സെൻസറിൻ്റെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ബെൻസിന് വരുന്നത് വേണ്ട, ഫ്രണ്ടിലത്തെ മിറർ വേണ്ട, ബെൻസിന് ആ സൈഡിലാണ് വരുന്നത്, ഇത് ഫ്രണ്ടിൽ. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ട ബെൻസിൻ്റെ തന്നെ, കാരണം അതാണ് നൈസ്. കുറച്ചുകൂടെ നമുക്ക് ഫ്രണ്ട് അടിലായിട്ട് സെറ്റ് അറിയാൻ പറ്റും ആ കോർണറിൽ ഇരിക്കുന്നത്. ഇതിനെക്കാട്ടും ബെറ്റർ അത് തന്നെ ഇരിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ. ബാക്കിൽ സ്പേസ് അത്യാവശ്യം ഒരാൾക്ക് കിടക്കാവുന്ന രീതിയിലുള്ള സ്പേസ്. ബെൻസിൻ്റെ അത്രയും ഇല്ല, കാരണം ബെൻസിന് അത്യാവശ്യം കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെ നല്ല അത്യാവശ്യം നമുക്കൊന്ന് കാലൊന്നും മടങ്ങി കിടക്കാമെന്നുള്ള നല്ലൊരു ഗ്യാപ്പുള്ള സ്പേസ് ബെൻസിനുണ്ട്, പക്ഷേ ഇതിനില്ല. പക്ഷേ ഇതിന് ഹൈറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ബെൻസിന് നോക്കുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ വെച്ച് ഹൈറ്റ് തീരുക, ഇത്രയേ ഉള്ളൂ ഹൈറ്റ്. പക്ഷേ ഇതിന് ഹൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ബെർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് കൂടെ കിടക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാം. പിന്നെ സ്റ്റിയറിങ് ഒരു സുമാറില്ല, ഒരു സുഖമില്ല സ്റ്റിയറിങ്. പിന്നെ ഇതുണ്ടോ, ഇത് എയറിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പണിഞ്ഞു കഴിഞ്ഞാൽ കുറവാകും. പക്ഷേ ഇത് ബെൻസിൻ്റെ കൂട്ടല്ല കേട്ടോ, ഇത് കയറി ഇരുന്നപ്പോൾ തന്നെ ഇത് പോവാ. പക്ഷേ ഇത് ഫുള്ളി എയർമാറ്റിക് അല്ല സാധനം. ഇതുണ്ടോ, പക്ഷേ ബെൻസിൻ്റെ ഇങ്ങനത്തെ അല്ല കേട്ടോ, അത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള സീറ്റാണ്. ഇത് സാധാ സസ്പെൻഷൻ പോലെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ വേറെ സീനൊന്നുമില്ല. 14 നൈസ്. ഇപ്പോഴേ ഞാൻ ഈ 14 ഈ ക്യാബിനകത്ത് ഇപ്പോഴേ കയറണം. പക്ഷേ ഈ വണ്ടി നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എന്ത് നമ്മുടെ വണ്ടി അപ്പം നമ്മുടെ വണ്ടിയുടെ ആ വാൾവ് കംപ്ലൈൻറ്റ്, അതായി സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഒന്ന് ചോദിച്ചാൽ കേട്ടോ, എന്തോ വകുപ്പൊന്ന് മാറാൻ പറ്റുമോ, മാറുന്നതിന് എന്താ വകുപ്പെന്ന് നോക്കട്ടെ. ടൈം എടുക്കുമോ എങ്ങനെ നോക്കാം, കാരണം നമുക്ക് ലോഡും പുറത്തായതുകൊണ്ടേ. നോക്കാം എന്തായാലും. എന്തേ ഇതാണ് എയർ വാൾവ്. ഈ സാധനം മാറുന്നത്, ഇതാ കംപ്ലൈൻറ്റ് ഇല്ലയോ? ഇതെന്താ വിലയുണ്ട് ഇതിന്? കറക്റ്റ് 3000 രൂപ. ഓക്കെ, മാറിയേക്കാം, വെച്ചോണ്ടിരിക്കണ്ട. യെസ്, അപ്പോൾ നമ്മൾ ആ എയർ വാൾവ് 3000 കേട്ടോ. എയർ വാൾവിൻ്റെ കാണിച്ചില്ല, അതിൻ്റെ എവിടെ ഇരിക്കുന്നതെന്ന് അപ്പുറത്തെ വണ്ടിയിൽ ഞാൻ കാണിച്ചില്ലേ, സെയിം സാധനം തന്നെ ആ ഏരിയയിലാണ് വരുന്നത്. നമ്മൾ അപ്പുറത്തെ 14 വീലിൻ്റെ കാണിച്ചില്ലേ, ആ പോർഷനാണ് 3000 രൂപ. അപ്പം ഞാൻ വെച്ചോണ്ടിരിക്കേണ്ടത് അങ്ങ് മാറ്റിയിട്ട് വിട്ടേക്കാം, ഇപ്പോൾ സമാധാനത്തോടെ അങ്ങ് പോകാമല്ലോ. ഓക്കെ, അപ്പം പണി നടക്കട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ 12 മണിക്ക് വന്നു, 12:30 ആയപ്പോഴത്തേക്ക് 12:15 കംപ്ലൈൻറ്റ് സെറ്റ് ചെയ്ത് ആണ്. ഇപ്പം 1 മണിയാകാൻ 5 മിനിറ്റ്. പരിപാടി കഴിഞ്ഞു. ഇത് നമ്മുടെ പഴയ സാധനം. അതിൻ്റെ ഇതാണ് നമ്മുടെ പൊടിയ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ മൊത്തം അഴുക്കാവും. അതിൻ്റെ ഇതാണ് കംപ്ലൈൻ്റ് ആയ സാധനം, വാൾവ്. അപ്പം നമ്മളത് മാറി പുതിയതെടുത്തിട്ടു. ഇത് ഫുൾ ലീക്കായില്ലായിരുന്നു, ഇത് ഭയങ്കര സൗണ്ടല്ലായിരുന്നു, ജസ്റ്റ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് വരുന്നുള്ളായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ചെറിയതാണ്, അപ്പോൾ അതിന് ചെറിയൊരു ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് മാറ്റി. അപ്പോൾ അതിന് 3000 രൂപ കേട്ടോ, ആ വാൾവിന് 3000 രൂപ. ഇനിയിപ്പോൾ ലേബർ ചാർജ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് റേറ്റ് ആകുമായിരിക്കും, എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ മാറിയ സാധനം കണ്ടോ, ആ ഇരിക്കുന്നത് അതാണ് നമ്മൾ മാറിയത്. ഓക്കെ, നമുക്ക് ഇനി ലോഡുള്ളതുകൊണ്ട് താമസിക്കാൻ പറ്റത്തില്ല, ഇനി ലേറ്റാക്കാതെ ചെന്നെത്തണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞല്ലേ, ബില്ലടച്ചോ? ആ വണ്ടിക്കകത്തല്ലേ, ഞാൻ പുറത്ത്. ആ പറ കണ്ട അഭിനയിക്കാതെ കാര്യം പറ കേക്കട്ടെ. ആ
കഴിക്കാനോ? കഴിക്കണമില്ല, ഇപ്പൊ കഴിക്കാന്ന്. എന്താ കഴിക്കാൻ? ഫുഡ് വന്നിട്ടുണ്ട്. വേണ്ട, നമുക്ക് പോവാം. സമയമില്ല, നമുക്ക് പോകാം. നോ ടൈം ടു ഡൈ. തീറ്റി ഭക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പറഞ്ഞില്ലേ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നത്. പക്ഷെ ഭക്ഷണം വേണേ കൈ പൈസ വേണ്ടേ? ആദ്യം പൈസ ഒപ്പിക്കുക, എന്നിട്ട് ഭക്ഷണം. ഫ്രീയാ? എന്നാ പിന്നെ കഴിക്കാം. നമുക്ക് ടൈമില്ല പോകുമ്പോ. യെസ്, നമ്മൾ 3000 രൂപ പാർട്സിൻ്റെ വില, പിന്നെ അഡീഷണൽ 505 രൂപ, 505. അപ്പം ടോട്ടൽ 3505 രൂപ. ലേബർ ചാർജ് 505 രൂപ ഇട്ട്. കുഴപ്പമില്ല, പാർട്സിന് എന്തായാലും 3000 രൂപ ആയല്ലോ. അപ്പം 500 രൂപ ഓരോ ലേബർ ചാർജ്. എടാ എങ്ങനെയാടാ വണ്ടി എടുക്കാൻ? റിവേഴ്സ് എടുക്കാനോ? എന്നാവോ? ഓക്കെ, അപ്പം സന്ധിക്കും വരെ വണക്കം. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മൾ വണ്ടി എടുത്ത് വിടുക. എൻ്റെ അമ്മോ, ഓക്കെ എന്നാൽ ശരി കേട്ടോ, വണ്ടി വരും.